മലപ്പുറം പട്ടർകടവൻ കുടുംബത്തിൽ നിന്ന് ക്രിസ്തുവർഷം 1749 അതായത് സുമാർ 275 കൊല്ലം മുമ്പ് നമ്മുടെ പൂർവികരിൽ 2 സഹോദരന്മാർ തിരൂരങ്ങാടിയിൽ കച്ചവടക്കാരായി വന്നിരുന്നു. അവർ അവിടെ കച്ചവടം ചെയ്തിരുന്ന ആ സമയത്താണ് ബഹുമാന്യനായ മമ്പുറന്തങ്ങൾ എന്ന് ഇന്നറിയപ്പെടുന്ന സയ്യിദ് അലവി തങ്ങളുടെ അമ്മാവനായിരുന്ന സയ്യിദ് ഹസൻ ജിഫ്രി തങ്ങൾ തിരൂരങ്ങാടിയിൽ വന്നത്. തങ്ങളുമായുള്ള നല്ല സൗഹൃദത്തിലായിരുന്ന പൂർവികരിൽ ഒരാൾ തങ്ങൾ വിളിച്ചതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ കൂടെ മമ്പുറത്ത് വന്ന് വീട് വെച്ച് താമസിച്ചു. ആ പൂർവികരിൽ മറ്റേയാൾ വലിയോറയിൽ പോയി താമസിച്ചു എന്നാണ് അറിയുന്നത്. സയ്യിദ് ഹസൻ ജിഫ്രി തങ്ങൾ മമ്പുറത്ത് തറമ്മൽ എന്ന സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. മമ്പുറത്ത് വന്ന പൂർവികൻ പട്ടർകടവൻ കുഞ്ഞിപ്പോക്കർ ഹാജി മകൻ ഇബ്രാഹിം പൂഴമ്മൽ എന്ന സ്ഥലത്താണ് വീട് വെച്ച് താമസിച്ചത്. ഈ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത് സയ്യിദ് ഹസൻ ജിഫ്രി തങ്ങളായിരുന്നു. ഇപ്പോൾ മമ്പുറത്ത് താമസിച്ചു വരുന്ന മുഴുവൻ പട്ടർകടവൻ കുടുംബത്തിന്റെയും ആദ്യത്തെ തറവാടാണ് പൂഴമ്മൽ തറവാട്. ഈ പട്ടർകടവൻ പൂഴമ്മലിൽ താമസിച്ചിരുന്ന ഇബ്രാഹിം എന്നയാളുടെ മക്കളും പേരമക്കളുമായി വേറെ വേറെ വീടുകളെടുത്ത് താമസമാക്കിയവരാണ് PT എന്നറിയപ്പെടുന്ന പട്ടർകടവൻ തായത്തിയിൽ, PA എന്നറിയപ്പെടുന്ന പട്ടർകടവൻ ആലിങ്ങൽ, PV എന്നറിയപ്പെടുന്ന പട്ടർകടവൻ വലിയ തൊടുവിൽ, PK എന്നറിയപ്പെടുന്ന പട്ടർകടവൻ കുളങ്ങരകത്ത്, PC എന്നറിയപ്പെടുന്ന പട്ടർകടവൻ ചിനയിൽ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന തറവാടുകൾ. ഇങ്ങനെ 40ഓളം വീടുകൾ ഇന്ന് മമ്പുറത്ത് പട്ടർകടവന്മാരുടേതായിട്ടുണ്ട്. ഈ പട്ടർകടവൻ തറവാടുകളിൽ നിന്ന് നാടിനും നാട്ടുകാർക്കും ഉപകാരപ്രദമായ പലതും സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് പൂർവികർ എടുത്തുകൊടുത്ത കാവുങ്ങൽ പാറപ്പള്ളിയും അതിനോടുകൂടെയുള്ള 1 ഏക്കറോളം വരുന്ന സ്ഥലവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹാബിഹിൽ ഫായിസിൻ അമ്മാ ബഅദ്. മമ്പുറം ഖുതുബുസ്സമാന്റെ പാദസ്പർശമേറ്റ് അനുഗ്രഹീതമായ പരിശുദ്ധമായ നാട്ടിലെ താമസിക്കുന്ന ഒരു പ്രബല കുടുംബമാണ് പട്ടർകടവൻ കുടുംബം. ഇത് സയ്യിദ് അലവി തങ്ങൾ വരുന്നതിൻ്റെയും മുൻപ് ഹസൻ ജിഫ്രി തങ്ങൾ പാപ്പാൻ്റെ കാലത്താണ് ഇവരുടെ ഒരു പാപ്പ പട്ടണത്തിൽ നിന്ന് വന്ന് ഇവിടെ താമസമാക്കിയത്. അദ്ദേഹത്തിന് ജിഫ്രി തങ്ങളാണ് വീട് നിർമ്മിക്കാനുള്ള സൗകര്യങ്ങളും അതിൻ്റെ കുറ്റിയടിച്ചതും അതിന് വേണ്ട സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് പോയമലത്തൊടുവിൽ ഒരു വീടുണ്ടാക്കി കൊടുത്തു. അവിടെ നിങ്ങൾ ആരംഭിച്ചു. പട്ടർകടവൻ പോഴമ്മൽ, 2 പട്ടർകടവൻ തായത്തിയിൽ, 3 പട്ടർകടവൻ വലിയ തൊടുവിൽ, 3 പട്ടർകടവൻ ചെനയിൽ, 4 പട്ടർകടവൻ കൊങ്ങരകത്ത്. മമ്പുറത്തിൻ്റെ പല ഭാഗങ്ങളിലും 16 ഭാഗത്തും അതുപോലെ പള്ളിപ്പാടം ഭാഗത്തും ജാരത്തപ്പടിയിലും എല്ലാം തന്നെ വിവിധ സ്ഥലത്തായി വീടുകൾ നിർമ്മിച്ചുകൊണ്ട് ഒരുപാട് വീടുകൾ ഈ പട്ടർകടവൻ തറവാട്ടിലുണ്ട്. ഇവരുടെ ഒരു സംഗമം നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷിക്കുകയും മാത്രമല്ല ഇത് വൈകിപ്പോയി, കുറച്ചു കാലങ്ങൾക്ക് മുൻപ് തന്നെ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഈ തറവാട് ഇങ്ങനെ ഒരു സംഗമം നടത്തി ഈ നാടുമായി കഴിഞ്ഞുപോയ ഉപ്പാപ്പമാരെ പരിചയപ്പെടുത്തുക എന്നത് ലക്ഷ്യത്തോടു കൂടെയാണ് ഉണ്ടായത്. അൽഹംദുലില്ലാഹ് ഇതിനാദ്യമായി എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയ മമ്പുറത്തിൻ്റെ ചരിത്രത്തിൽ എന്ത് പരിശോധിച്ചാലും നമുക്കിവിടുന്ന് ഇതിനൊന്നും റെക്കോർഡായി എഴുതി വെച്ചതൊന്നുമില്ലെങ്കിലും പഴമക്കാരിൽ നിന്ന് കേട്ടതനുസരിച്ച് കൊണ്ട് ഹസൻ ജിഫ്രി തങ്ങളുടെ കാലത്ത് തന്നെ താമസമാക്കുകയും ഇവിടെ കാർഷിക അതുപോലെ തന്നെ മത, ലൗകിക, രാഷ്ട്രീയ, ബിസിനസ് രംഗത്തൊക്കെ തന്നെ പ്രവർത്തിച്ചവരാണ് ഈ കൂട്ടർ. അങ്ങനെ പ്രവർത്തിക്കുകയും ഇവിടെ പള്ളി, സാരത്തപ്പടി പള്ളി എന്നത് അവരുടെ സ്ഥലത്ത് അവരെന്നെ നിർമ്മിച്ചതാണ്. അതുപോലെ തന്നെ കാങ്ങപ്പാറ പള്ളിയും അതുപോലെ തന്നെ പിന്നെ അതൊക്കെ പഴയത് 200 കൊല്ലങ്ങൾക്ക് മുൻപുള്ളതാണ് ഈ 2 പള്ളിയും. അപ്പം അടുത്തായിക്കൊണ്ട് നമുക്കൊക്കെ വ്യാഴ്ചയിന് ശേഷം ഉണ്ടാക്കിയ 16 പള്ളി, അതും വലിയൊടുവിലക്കാർ ഈ പട്ടോളന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഭാഗം ആളുകൾ സ്ഥലം കൊടുക്കുകയും ചെയ്തതാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ മദ്രസ, അതും തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പട്ടർകടവൻ മുഹമ്മദ് കാക്കാനവൻ ബാപ്പു സ്ഥലം കൊടുത്തുകൊണ്ടാണ് അത് നിർമ്മിച്ചത്. അതുപോലെ തന്നെ മൂക്കമ്മൽക്കാരിലുള്ള 16 മൂക്കമ്മൽ റോഡ്, അതും അവരുടെ സ്ഥലത്ത് കൂടിയാണ് പോകുന്നത്. ഇങ്ങനെ നാട്ടിൽ
എല്ലാ നിലക്കും രാഷ്ട്രീയമായി, സാമൂഹികമായി, മതപരമായി ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്യുക മാത്രമല്ല, അതിൻ്റെയൊക്കെ ഭരണരംഗത്തും കഴിഞ്ഞുപോയ കാലഘട്ടത്തിലുള്ള ഇവരല്ലാത്തൊരു ഉപ്പാപ്പന്മാർ തന്നെ പള്ളിയുടെ ഭരണരംഗത്ത് മുത്തവല്ലിയായിക്കൊണ്ട്, അതുപോലെ തന്നെ മദ്രസയിൽ, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും അവർ പോന്നിട്ടുണ്ട്. കാര്യമായി അവർക്ക് അന്നുണ്ടായിരുന്നത് കൃഷിയാണ്. പോയമ്മൽ വലിയൊടുവിൽ താഴത്തിയിലൊക്കെ ഓരോ കൊല്ലത്തിലും പുഞ്ചകൃഷി ചെയ്ത് കൊടുന്നിട്ടാൽ നിറഞ്ഞ് കവിഞ്ഞ ഒരു മുറ്റമാണ്, കറ്റയാണ് ഉണ്ടായിരുന്നത്. അതിന് വന്ന് കറ്റ കെട്ടി കൊണ്ടുവന്ന് അത് മെതിച്ച് അതിൻ്റെ 8-1 പദം കിട്ടി അതുമായി ജീവിക്കുന്ന ആളുകളായിരുന്നു ഇന്ന് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം അമ്പുറത്തുണ്ടായിരുന്ന സാധാരണക്കാരായ ആളുകൾ. താഴത്തിയിലും വല്യൊടുവിലും പോയമ്മലും ഒക്കെ നെല്ലുത്തിങ്ങാണ്ട് പിന്നെ ജീവിക്കുന്നവരുമായിരുന്നു. അങ്ങനെ ആ കാലത്ത് തന്നെ അതുപോലെ തന്നെ മതമൈത്രിയിൽ മറ്റുള്ള ഇതര സമുദായങ്ങളുമായി നല്ല സമ്പർക്കം പുലർത്തി എല്ലാ നിലക്കും പുലർത്തി പോകുന്ന ആളുകൾ, പിന്നെ ഒരു കുടുംബമാണവർ. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും, അത് സാമ്പത്തികമാവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസുകളാവട്ടെ, പെൺ കേസാവട്ടെ, തൊലാഖിൻ്റെ കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അത് യാക്കൂബാജി ഉണ്ടായിരുന്ന കാലത്ത് ആ കാര്യങ്ങളൊക്കെ കോടതിയിലെത്താതെ അതൊക്കെ തന്നെ മസ്ലഹത്താക്കി പല കാര്യങ്ങളും നാട്ടിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാനും ഈ കുടുംബം മുന്നിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാ രംഗത്തും അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് വന്ന ആളുകളായിരുന്നു. പിന്നെ ഈ പോയമ്മല തറവാട് എന്ന് പറയുന്ന പോയമ്മൽ തറവാട്, പട്ടവടം തറവാട്, അത് അസംജിതാ പാപ്പ എടുത്തു എന്ന് പറഞ്ഞു. അവിടെ പ്രധാനമായി ഉണ്ടായിരുന്നത് ഒരു പടാപ്പുറാണ്, ചരിത്ര പ്രസിദ്ധമായൊരു പടാപ്പുറം. ഇന്നത് ഇല്ല. അങ്ങനെ അസംജിത് തങ്ങൾ പാപ്പയും അതുപോലെ തന്നെ സയ്യിദ് അലവി തങ്ങൾ പാപ്പയും ഒക്കെ വന്ന്, അതുപോലത്തെ അവരുടെ ഖാദിമീങ്ങളൊക്കെ പല പ്രാവശ്യമായി വന്ന് ആ പടാപ്പുറത്ത് വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിച്ച ചരിത്രം നമുക്കറിയാം. ഞാനും തന്നെ ആ പടാപ്പുറത്ത് 6 കൊല്ലത്തോളം ഇരുന്ന് ബഹുമാൻ യാക്കൂബാജി, കുഞ്ഞുട്ടി, ഞങ്ങൾ മൂന്നാളും വട്ടത്തിലിരുന്ന് 6 കൊല്ലത്തോളം ഭക്ഷണം കഴിച്ച ആ പടാപ്പുറം ഇന്ന് അതൊക്കെ നശിച്ചിട്ടുണ്ട്, പഴയൊക്കെ പുതുക്കി. ഇപ്പോൾ അങ്ങനത്തെ ധാരാളം കാര്യങ്ങളുണ്ട് സുഭിക്ഷമായ ഭക്ഷണം നൽകിയതും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക, അതിനുള്ള കാര്യങ്ങൾ നൽകുക, ഇതിലൊക്കെ ഇവരുടെ ഉപ്പാപ്പന്മാർ മുൻപന്തിയിലാണ്. 200 കൊല്ലം മുമ്പത്തെ ചരിത്രമാണ് പറയുന്നത്. അതിൽപ്പെട്ട ഒരു സ്ഥലത്ത് വീട് അന്നൊക്കെ അധികം പാവങ്ങളാണ്. നമ്മുടെ മക്കാമിൻ്റെ അവിടെ മുതൽ നമ്മൾ VK വരെ നടന്നാൽ ചെറിയ വീടുകളും പാവങ്ങളും ഈ പറഞ്ഞ കൃഷിക്കാരും അതുപോലെ തന്നെ ഈ കറ്റ കെട്ടുക, മെതിക്കുക, നെല്ല് കൊയ്യുക, ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടവരുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വിഷമിക്കുന്ന നാടായപ്പോൾ അവിടെ ഭക്ഷണത്തിനൊക്കെ തയ്യാറാക്കി കുറേ ആളുകൾക്ക് കഞ്ഞി അല്ലെങ്കിൽ ചക്ക കൂട്ടാനോ അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് വെടി പൊട്ടിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആ വെടി പൊട്ടിയാൽ എല്ലാവരും വന്നു ഭക്ഷണമൊക്കെ കഴിച്ചു. രണ്ടാമതൊരു വെടി പൊട്ടിയാൽ കഴിഞ്ഞു, ഇഞ്ഞാരും വരണ്ടാതർത്ത്, അങ്ങനെയൊക്കെ ഈ കുടുംബത്തിൽ നടന്നു പോകുന്നതായി ചരിത്രത്തിൽ നിന്ന് ഇവിടെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് PT നമ്മളെ ബാപ്പുവിൻ്റെ വാപ്പ ഇരുത്തി അവിടെയൊന്നും ഞാൻ ഭക്ഷണത്തിൽ പോയിരുന്നത് ഈ എത്രത്തോളം ഒരു 55 കൊല്ലത്തോളം രാത്രി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും അദ്ദേഹം മരിക്കുന്നവരെ അവിടെ ചെന്നിരുന്ന് ഈ ചരിത്രങ്ങളൊക്കെ മൂപ്പരാണ് എനിക്ക് പറഞ്ഞു തന്നത്. അവർ വളരെ മഹാന്മാരുടെ ബന്ധമുള്ള ഈ താഴത്തിയിൽ ആലുവായ അബൂബക്കർ മുസ്ലിയാർ ഒരു പ്രാവശ്യം ഇതിലങ്ങനെ പോയപ്പോൾ റോഡും പാലങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഇതിലെ വഴി പോയപ്പോൾ അവിടെ കൊട്ടാമ്പടിയും കായലൊക്കെ ഉണ്ട്, അവിടെ വെച്ച് വടികൊണ്ട് മുട്ടി. അപ്പോൾ ബാപ്പുവിൻ്റെ വാപ്പ ഇറങ്ങി വന്നു, എന്താണെന്ന് ചോദിച്ചു. ഞാനും 2-3 ആളും ഇപ്പോൾ വരും, ഉച്ചക്ക് ചോറ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വളരെ ഭംഗിയായി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോവുകയും ചെയ്തു. ഇന്നും ആ ചരിത്രത്തെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എല്ലാ കൊല്ലവും അദ്ദേഹം മരിച്ചത് വലിയ ആ വലിയ പെരുന്നാളിന് 2ാം പെരുന്നാളിന് ഇന്നും താഴത്തിയിൽ ഞാൻ പങ്കെടുത്തുകൊണ്ട് അന്ന് മുതൽക്ക് ഈ 50 കൊല്ലവും അവിടെ പങ്കെടുത്തുകൊണ്ട് അതിനു വേണ്ടിയുള്ള അന്നദാനങ്ങൾ നൽകുകയും പ്രത്യേകം ദുആ ചെയ്യുന്ന ഒരു പതിവ് ഇന്നും താഴത്തിയിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പട്ടവന്മാർ 5 ഗ്രൂപ്പാണ് പറഞ്ഞത്, ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ താഴത്തിക്കാൽ. അങ്ങനെ അവിടെ അങ്ങനെയൊക്കെ നടന്നു പോകുന്നു. ഇങ്ങനെ ദീനിയായ ഷാറോടുകൂടെ നടന്നു പോകുന്ന കുടുംബമാണ്. അന്നൊക്കെ വിദ്യാഭ്യാസപരമായി പിന്നിലാണെങ്കിലും പിന്നീട് കാലഘട്ടത്തിൽ മക്കൾ വന്നപ്പോൾ അവരിൽ നിന്ന് ബിസിനസ്സുകാർ, അതുപോലെ തന്നെ പിന്നെ അഡ്വക്കേറ്റ് വക്കീലന്മാർ, അതുപോലെ തന്നെ ട്രഷറി ഓഫീസർമാർ ഒക്കെ ആയിട്ട് ഈ കുടുംബത്തിൽ നിന്ന് ഉണ്ടാവുകയും ഇവിടെ ട്രഷറി ഓഫീസറായ ബാപ്പു ബാപ്പു മരണപ്പെട്ടു പോയി. പിന്നെ നമ്മളെ ബഷീർ ഇന്നും ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അഡ്വക്കേറ്റ് ആയിക്കൊണ്ട്. അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞുട്ടി നല്ല ബിസിനസ്സുകാരനായിരുന്നു. അങ്ങനെയൊക്കെ എല്ലാ രംഗത്തും
ഇവർ മികച്ചു നിന്ന ഒരു കുടുംബമാണ്. മമ്പറത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി നമുക്ക് പറയാനുള്ളത് ഈ കുടുംബത്തെ പറ്റി. പിന്നെയാണ് എല്ലാം. പിന്നെ ഈ ഉപശാഖകൾ, ഇതിൽപ്പെട്ട ഉപശാഖകൾ ഒരുപാടുണ്ട്. ഇവരെ കൈയായിക്കൊണ്ട് പല പാപങ്ങൾക്കും പല നിലക്കുള്ള നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. മദ്രസ, പള്ളി, ഞാൻ തന്നെ ഇപ്പോൾ വന്നിട്ട് 52 കൊല്ലമായി. ആ കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാലം യാക്കൂബാജി അവിടെ നിന്ന് വേറെ വീടെടുത്തുകൊണ്ട് അടുത്തുള്ളിലേക്ക് താമസം മാറ്റുന്നത് വരെ ഭക്ഷണത്തിന് ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ആ പടാപ്പുറത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നത്. അങ്ങനെ താമ്പാപ്പ ഉണ്ടാക്കി കൊടുത്ത പടാപ്പുറം, അങ്ങനെ പിന്നെ തറക്കല്ലിട്ട് കൊടുത്ത വീട്, അത് ഏറ്റവും സുന്ദരമാണ്. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ വീടാണ്. അങ്ങനെ ആ വീട് പോകുന്നത്, അതിൽ നിന്നാണ് ഈ പരമ്പരകൾ മുഴുവനും പിരിഞ്ഞുകൊണ്ട് ഇന്നും അമ്പുറത്ത് ഒരുപാട് വീട് എണ്ണം ഞാൻ കൃത്യമായി കറക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, ഒരുപാടുണ്ട്. ആ വീട് വ്യാപിച്ചു പല രംഗങ്ങളിലായിക്കൊണ്ടും. സ്വർണ്ണ വ്യാപാര രംഗത്ത്, അതുപോലെ തന്നെ ഇപ്പോൾ വാട്ടർ പിന്നെ ഈ രംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്ന, അത് വിദ്യാഭ്യാസ രംഗത്ത് എല്ലാം പ്രവർത്തിക്കുന്ന ഒരു കുടുംബമായി മാറിയിട്ടുണ്ട്. അല്ലാഹു തആല കഴിഞ്ഞു പോയ മഹാന്മാരായ അവരുടെ ഉപ്പാപ്പമാരെ ബർക്കത്ത് കൊണ്ട് ഇവിടെ വന്ന ഇപ്പോഴത്തെ ഉപ്പാപ്പ, തങ്ങളപ്പം വന്ന ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ 200 കൊല്ലത്തിൻ്റെ മേലെ ചരിത്രം, 250 അടുത്ത് കിടത്തിട്ടുണ്ട്. അത്രയും പഴക്കമുള്ള ഉപ്പാപ്പ. അതിന് ശേഷം വന്ന ഉപ്പാപ്പന്മാരെ മക്കൾ തലമുറ 5ാം തലമുറയിലാണ് ഇപ്പോൾ ഇരിക്കുന്ന ഈ മക്കളൊക്കെ ഉള്ളത്. അപ്പോൾ അവരൊക്കെ ഈ ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കി ഞങ്ങളെ വാപ്പമാർ ഉപ്പാപ്പമാർ ഇവിടെ ചെയ്ത സേവനങ്ങൾ, പിന്നെ മതത്തിന്, ദീനിന്, അതുപോലെ തന്നെ മദ്രസക്ക്, പള്ളിക്ക്, പൊതു പാവപ്പെട്ടവർക്കും ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നമ്മളൊക്കെ അവരെ ചരിത്രം അഴവിറക്കിക്കൊണ്ട് ഇനി വരുന്ന തലമുറക്കും ഇതൊക്കെ നിശ്ചയം ഉണ്ടാവണം. അവർക്കും പിടിയാളൊക്കെ മറന്നു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ രംഗത്ത് പ്രവർത്തിക്കുക, അത് ഓർക്കുക. ഇങ്ങനെയുള്ളൊരു സംരംഭം ഉണ്ടാക്കിയത് വളരെ സന്തോഷമാണ്. കുറച്ച് കൊല്ലങ്ങൾക്ക് മുൻപ് തന്നെ ചെയ്യേണ്ടതായിരുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹാന്മാർ ഒരുപാടുണ്ട്. കുഞ്ഞുട്ടി, താഴത്തിലെ വാപ്പു, ഇങ്ങനെ അവരൊക്കെയാണ് ഇപ്പോൾ അതിൻ്റെ കാരണവന്മാരായിട്ടുള്ളത്. പിന്നെ മക്കളായിക്കൊണ്ട് ഒരുപാട് ആളുകളുണ്ട്. അപ്രകാരം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ പട്ടുറോമൻ കുടുംബൻ 6 ഗ്രൂപ്പാണ് ഏറ്റവും പ്രധാനമായുള്ളത്. അത് 6ാമത്തെ ഗ്രൂപ്പ് ആലിങ്ങൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആലിങ്ങൾ വീട്ടിലാണ്, ആലിങ്ങൾ തറവാടിലാണ് ഈ എല്ലാ ദിവസവും കഞ്ഞിച്ച് പോരുക, അങ്ങനെ എല്ലാ ആളുകൾക്കും ഭക്ഷണം ഇല്ലാത്തവർ ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അന്നത്തെ കാലത്ത് മമ്പുറത്ത് ആളുകൾ ജനസംഖ്യ വളരെ കുറവാണ്. അന്ന് എല്ലാ കാര്യങ്ങളും മക്കാമിൻ്റെ അവിടെയുള്ള പള്ളിയും ആയിട്ടാണ് പോകുന്നത്. മദ്രസ ഒന്നുമില്ല. അങ്ങനെ പോന്ന് പിന്നെ അങ്ങനെ പള്ളിക്ക് ആവശ്യമുള്ള ജാഗ്രത പഠിക്കൽ, ഈ നമ്മൾ കാണുന്ന പള്ളി നിൽക്കുന്ന സ്ഥലം ഒരുപാടുണ്ടായിരുന്നു. റോഡിനൊക്കെ പോയത് ആ റോഡിൻ്റെ കനാലിൻ്റെ അതുവരെ ആ സ്ഥലമാണ്. ആ സ്ഥലത്ത് കൊടുത്തുകൊണ്ട് ഇവരുടെ പാപ്പയാണ് ഈ പള്ളിക്ക് പിന്നെ നിർമ്മാണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അങ്ങനെ പള്ളി ഉണ്ടാക്കുകയും കേവലം ഒരു 15 ആൾക്ക് ഉത്തേപ്പള്ളി ഉൾക്കൊള്ളുന്ന രൂപത്തിലായിരുന്നു ആ പള്ളി ഉണ്ടായിരുന്നത്. 2 ഭാഗത്തേക്ക് ചെരുവുണ്ടായിരുന്നു. അങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ കാങ്ങപ്പാറയും ഈ പള്ളിയും ഇത് രണ്ടിൻ്റെ ആധാരം ഒന്നാണെന്നും നിർമ്മാണം ഒരു 200 കൊല്ലം മുൻപാണ്. അതിനും ഇവരാണ് മുൻകൈ എടുത്തുകൊണ്ട് അവിടെ പള്ളി ഉണ്ടാക്കി. കാരണം അവിടെ നിന്നൊന്നും ആൾ താമസക്കാരുണ്ടായിരുന്നില്ല, വളരെ കുറവാണ്. അതുകൊണ്ട് അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു പള്ളിയാണ്. ഒരു 10-20 ആൾക്ക് 25 ആൾക്ക് നിൽക്കാൻ പറ്റിയ പള്ളി. ഇന്ന് ആ 2 പള്ളികളും അവരാണ് തുടങ്ങി വെച്ചത്. ഇന്ന് പള്ളി 2ഉം വലുതാക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ക്രെഡിറ്റൊക്കെ അവർക്കാണ്, അതിൻ്റെ തുടക്കം അവരാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ 2 പള്ളി. അതുപോലെ തന്നെ നമ്മളെ ഈ മിസ്ബാഹുൽ കേന്ദ്ര വർഷം 46-ൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ തുടക്കം കുറിച്ചത് യാരത്തൊടിയിൽ പറഞ്ഞ പട്ടോളം അമാക്കാറുള്ള ആളിൻ്റെ തൊടുവിൽ അവിടെ ഷെഡ് കെട്ടിക്കൊണ്ടാണ് ഈ മദ്രസൻ്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്രകാരം തന്നെയും ആ മദ്രസകൾ അന്നുണ്ടായിരുന്ന ആശാരിപ്പടി, കട്ടിൽ, ജനൽ ഇതെല്ലാം ആ തൊടുവിൽ വെച്ചാണ് കൂട്ടി ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തത്. അതുവരെ ക്ലാസ് നടന്നതും ഈ യാരത്തൊടി പറഞ്ഞ മാക്കാൻ്റെ ബാപ്പുവിൻ്റെ അപ്പാൻ്റെ സ്ഥലത്താണ്. അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാ കാന്തി രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. മദ്രസ രംഗത്തും അങ്ങനെ തന്നെ. പിന്നെ ഇപ്പോൾ 16 ഞാൻ പറഞ്ഞാൽ ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലവും ഒക്കെ കൊടുത്തത് ബാപ്പുവാണ്. അതുപോലെ തന്നെ മുഖവള റോഡിൻ്റെ സ്ഥലം കൊടുത്തത് ബാപ്പുവാണ്. ഇങ്ങനെ എല്ലാ നിലക്കും യാക്കൂബാജി എല്ലാ നിലക്കും മികച്ച പള്ളിൻ്റെ മരിക്കുന്നത് വരെ ഈ പള്ളിൻ്റെ സെക്രട്ടറി അല്ലെങ്കിൽ മദ്രസൻ്റെ ഖജാൻജി വെച്ചത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ജീവിതം മുഴുവനും കഴിച്ചു പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ബാപ്പു പറഞ്ഞ അബ്ദുറഹ്മാൻ സാഹിബ്, ഞാൻ നേരത്തെ ട്രഷറി ഓഫീസറായിക്കൊണ്ട് അദ്ദേഹം ജീവിച്ചതോടുകൂടി യാക്കൂബാജി പ്രസിഡൻ്റായിട്ടും എന്നാൽ ഈ പിന്നെ ബാപ്പും പ്രസിഡൻ്റായിട്ട് ഒരുപാട് കാലം ഈ മദ്രസൻ്റെ പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറേ കാലം ഓഡിറ്ററായിക്കൊണ്ട് കണക്കുകൾ ഓഡിറ്റ് ചെയ്തുകൊണ്ടും പിന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ശ്രമങ്ങൾ ചെയ്ത് പ്രവർത്തിച്ച ആളുകളാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഈ മക്കൾക്ക്, അവരുടെ പരമ്പരയായി വന്ന ഈ മക്കൾക്ക് അല്ലാഹു തആല ഇതൊക്കെ ഉൾക്കൊള്ളാനും ഇതൊക്കെ മനസ്സിലാക്കി അവരുടെ ജീവിതം ചിട്ടപ്പെടുത്താനും
അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എൻ്റെ അപ്പം ഉള്ളത് ബാളക്കുള ഉസ്താദാണ്. അദ്ദേഹം ഇവിടെ പഴയ 10-50 കൊല്ലത്തോളം പഴക്കമുള്ള ആളാണ്. ഈ പഴമെന്ന് മാത്രം ഭക്ഷണം കഴിച്ചു. അയാൾ ഈ പറഞ്ഞ മാതിരി ഉച്ചക്ക് മുഴുവനും ബാപ്പുവിൻ്റെ കൂടെയായിരുന്നു. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഇന്നും അതിപ്പോൾ ശുക്കൂറിൻ്റെ പെരയിൽ വെച്ച് അത് ചെയ്തു പോരുന്നുണ്ട്. ബാളക്കുള ഉസ്താദ് അദ്ദേഹമാണ് എൻ്റെ ഒപ്പം ഉള്ളത്. അപ്രകാരം തന്നെ നമ്മുടെ ഈ കേന്ദ്ര മദ്രസൻ്റെ ബാക്കിലേക്ക് പോകാനുള്ള സ്ഥലം ഇവിടെ ജില്ലിക്കോലൊക്കെ കടക്കാൻ വഴിയുണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ ഇവിടെ വണ്ടി കൊണ്ടുപോകാൻ റോഡായ രൂപത്തിൽ തരാൻ നമ്മളെ ബാപ്പുവിൻ്റെ അഞ്ചൻ മൂസക്കുട്ടി അവൻ മനസ്സറിഞ്ഞുകൊണ്ട് വണ്ടിയോൻ്റെ അമ്മാനെയും ഭാഗമായിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി തന്നുകൊണ്ട് നമുക്ക് വെറുതെ വിട്ടു തന്ന റോഡാണ് ഈ മദ്രസയുടെ ബാക്കിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴി. ഇത് വളരെ പ്രധാനപ്പെട്ട അന്ന് അങ്ങോട്ട് പോകാൻ വയ്യാതെ എല്ലിക്കൂട്ടും മോളായി അങ്ങോട്ട് കടക്കാൻ വയ്യാതെ വിഷമിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് പറയുകയും അങ്ങനെ അത് സമ്മതിക്കുകയും ചെയ്തു തരികയും ഇന്ന് വളരെയേറെ നമുക്ക് സൗകര്യമാക്കി തരികയും ചെയ്തിട്ടുണ്ടൊക്കെ ഭൂമി വെറുതെ വിട്ടു തന്നതാണ്, പൈസ ഒന്നും കൊടുക്കാതെ. അതും കൂടി ഈ കൂട്ടത്തിൽ ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഏതായിരുന്നാലും ഇപ്പോഴെങ്കിലും നമുക്ക് ഈ ചരിത്രങ്ങൾ നമുക്ക് പല ആളുകളും, ഞാൻ വല്ലാതെ അതിനെപ്പറ്റി എനിക്കറിയില്ല, ചരിത്രം അറിയാവുന്ന പലരും പറഞ്ഞിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് കേട്ട് അങ്ങനെ പഴമക്കാരുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കി ഈ കുടുംബത്തിൻ്റെ അന്തസ്സുമ മനസ്സിലാക്കി അവരോട് നമ്മൾ അനുകമ്പ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ രംഗത്തും ഇനിയും നിങ്ങളെല്ലാവരും സഹായം നമുക്കും നമ്മുടെ നാടിനും നമ്മുടെ സ്ഥാപനങ്ങൾക്കും എല്ലാം ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്ഥലവും സാരത്തപ്പടി പള്ളിയും അതിനോടുകൂടെയുള്ള 1/2 ഏക്കറോളം വരുന്ന സ്ഥലവും ഈ രണ്ടിൽ നിന്നും റോഡിനും സ്ഥലം പോയിട്ടുണ്ട്. ഈ 2 പള്ളികളുടെയും മുത്തവല്ലിയായിരുന്നു പരേതനായ പട്ടർക്കടവൻ പൂഴമ്മൽ അബ്ദുറഹിമാൻ. അദ്ദേഹമാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കമ്മിറ്റിക്കാർക്ക് പള്ളികൾ കൈമാറിയത്. ഇപ്പോൾ കാണുന്ന രീതിയിൽ പള്ളി പുനർനിർമ്മാണം ചെയ്തത് കമ്മിറ്റിക്കാരാണ്. കൂടാതെ ഈ അടുത്ത കാലത്ത് മമ്പുറം 16 പള്ളിക്ക് 10 സെന്റ് സ്ഥലം കൊടുത്തത് പട്ടർക്കടവൻ വലിയ തൊടുവിൽ പരേതരായ കമ്മുഹാജിയും അനുജൻ ഇബ്രാഹിം എന്നയാളും അവരുടെ ഉമ്മയും കൂടിയായിരുന്നു. അതുപോലെ 16 ബ്രാഞ്ച് മദ്രസയ്ക്ക് 8 സെന്റ് സ്ഥലം കൊടുത്തത് പട്ടർക്കടവൻ തായത്തിയിൽ അഹമ്മദും അനുജൻ കമ്മുവും കൂടിയാണ്. ഇതുപോലെ ഈ പഞ്ചായത്തിലെ 19ഉം 20ഉം വാർഡുകളിലായി 21ഓളം പഞ്ചായത്ത് റോഡുകൾക്ക് ഭൂരിഭാഗം സ്ഥലവും വിട്ടുകൊടുത്തത് പട്ടർക്കടവൻ കുടുംബങ്ങളാണ്. ഇങ്ങനെ നാട്ടിലും നാട്ടുകാരോടും വളരെ സൗഹൃദത്തോടും സ്നേഹത്തോടും കൂടിയാണ് ഈ കുടുംബം ജീവിച്ചു പോരുന്നത്. അസ്സലാമു ഞങ്ങൾ പട്ടർക്കടവൻ വലിയ തൊടുവിൽ ഫാമിലിയാണ്. വലിയ തൊടുവിൽ ഫാമിലിൻ്റെ ഇപ്പം ഇവിടെ നാട്ടിലുള്ള ആളുകളാണ് ഇപ്പം ഉള്ളത്. പിന്നെ മറ്റുള്ള കോയമ്മൽ, താറ്റിയിൽ, ആലിങ്ങൽ, പിന്നെ കൊങ്ങലകത്ത്, ചെനയിൽ ഒക്കെ ഇവരുണ്ടാവും. ഓരോരുത്തർ അവിടെ ഇരിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പൂർവികർ ഇവിടെ വന്നിട്ട് 265-75 വർഷത്തിൻ്റെ അടുത്തായി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് ഇവിടെ ദീനീയപരമായ കാര്യങ്ങൾക്കും മറ്റുള്ള രീതിയിലൊക്കെ എല്ലാ രീതിയിലും മമ്പുറത്ത് വന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് പോന്നു ഇപ്പം ഞങ്ങളെ തലമുറ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത്. ഓരോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തതായിട്ട് നമുക്കറിയാൻ പറ്റി. അത് വളരെ സന്തോഷമുണ്ട്. നാട്ടിൽ പിന്നെ റോഡുകളായിട്ടും പൊതു പ്രവർത്തനത്തിലൊക്കെ മുന്നിലായിരുന്നു. മദ്രസ മറ്റുള്ള പള്ളീൻ്റെ കാര്യങ്ങളിലൊക്കെ മഹല്ലയിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചത് പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ പറ്റി. അത് വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഇവിടെയുള്ള മദ്രസകൾ, പള്ളികൾ, പിന്നെ കുറേ റോഡുകൾ ഇവിടുത്തെ ജനങ്ങൾക്കും ഞങ്ങൾക്കൊക്കെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ പൂർവികർ നല്ല ദാനധർമ്മങ്ങൾ ചെയ്ത് അറിഞ്ഞത് വളരെ ഇതുണ്ട് ഞങ്ങൾക്കൊക്കെ. വലിയ തൊടുവിൽ കുഞ്ഞു മുഹമ്മദാജിൻ്റെ പേരക്കുട്ടികളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ കുഞ്ഞു മുഹമ്മദാജിൻ്റെ വല്യപ്പാനെ 2 വയസ്സിൽ കണ്ട ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. ഒരു ഡ്രസ്സ് വാങ്ങി കൊടുത്തിട്ടെന്ന് ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ പേര് കോയക്കുട്ടി എന്നാണ്. ഞാനാണിപ്പോൾ ഇവിടെ താമസിക്കുന്നത്. ഇതാണ് ഞങ്ങളെ ആദ്യത്തെ പട്ടർക്കടവൻ പൂഴമ്മൽ തറവാട്. ഇവിടെ ഒരു 275 കൊല്ലം മുമ്പ് ഞങ്ങളെ പൂർവികരായ അബൂബക്കർ ഹാജിയുടെ മകൻ ഇബ്രാഹിം എന്ന ആൾ മലപ്പുറത്തിൽ നിന്ന് ഇവിടെ വന്നതാണ്. അദ്ദേഹം വരുമ്പോൾ ഇവിടെ ഈ
ഇപ്പോഴത്തെ സെയ്തലവി തങ്ങൾ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ അമ്മാവൻ തങ്ങൾ ഹസ്സൻ ജിഫ്രി തങ്ങൾ തിരൂരങ്ങാടി വന്ന സമയത്താണ്. അദ്ദേഹത്തിൻ്റെ കൂടെയാണ്, അദ്ദേഹം വിളിച്ചതനുസരിച്ചാണ് ഈ ഇബ്രാഹിം ഈ പാപ്പ എന്ന് പറയുന്ന ആൾ ഇവിടെ വന്ന് വീടെടുത്തത്. ആ കൂടെ വന്നിരുന്ന ആ ഹസ്സൻ ജിഫ്രി തങ്ങൾ തറമ്മൽ എന്ന സ്ഥലത്തും വീടെടുത്ത് താമസിച്ചു. അവർ തിരൂരങ്ങാടിയിൽ നിന്ന് ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ മുകളിലാണ് പോലെ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചു വന്നത്. തങ്ങൾ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഈ വീട് ഞാൻ 28 കൊല്ലം മുമ്പ് പഴയ തറവാട് വീട് കേടുപാടുകൾ സംഭവിച്ചതനുസരിച്ച് പിന്നെ പൊളിച്ച് ഇപ്പോൾ ഈ കാണുന്ന വീട് ഞാൻ പൊളിച്ച് 28 കൊല്ലം മുമ്പ് പൊളിച്ച് ഉണ്ടാക്കിയതാണ്. പിന്നീട് ഇവിടെ നിന്നാണ് ഈ മമ്പറത്തുള്ള എല്ലാ കുടുംബങ്ങളും, ഈ പട്ടരകടവാൻ കുടുംബങ്ങൾ പോയിട്ടുള്ളത്. അവരെ പാപ്പാരും പേരക്കുട്ടികളായിട്ട് പല ഭാഗങ്ങളിലായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 40ഓളം വീടുകൾ തറവാടുകൾ ഇവിടെ താമസക്കാരായിട്ടുണ്ട്. അത് പല പേരിലാണ് അറിയപ്പെടുന്നത്. പട്ടരകടവൻ പോയമ്മൽ, പട്ടരകടവൻ താഴത്തിൽ, പട്ടരകടവൻ ചെനയിൽ, പട്ടരകടവൻ വലിയ തൊടുവിൽ, പട്ടരകടവൻ ആലിങ്ങൽ എന്നിങ്ങനെ പേരിൽ ആണ് അറിയപ്പെടുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിലെ റോഡ് കാര്യങ്ങൾ, പഞ്ചായത്തിൻ്റെ റോഡുകളൊക്കെ അധിക ഭാഗവും സ്ഥലങ്ങൾ ഞങ്ങളെ ഈ തറവാട്ടിൽ നിന്ന് പോയതാണ്. പിന്നീട് ഈ പള്ളിയും ചാരത്തപ്പടി പള്ളിയും കാവുങ്ങാറ പള്ളിയും ഇപ്പോൾ അടുത്ത കാലത്ത് എൻ്റെ ജ്യേഷ്ഠൻ PP അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ആൾ ആണ് കമ്മിറ്റിക്ക് കൈമാറിയത്. അദ്ദേഹമായിരുന്നു അതിൻ്റെ മുത്തവല്ലി. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നാട്ടുകാരോടും നാട്ടിലൊക്കെ ഞങ്ങൾ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നാട്ടുകാരോടൊക്കെ നല്ല നിലയിലാണ്, സൗഹൃദത്തോടു കൂടിയാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചു വരുന്നത്. അസ്സലാമു അലൈക്കും. പട്ടരകടവൻ കുടുംബം മക്തൂമിൻ്റെ കൂടെ മമ്പറത്ത് വന്നതാണ്. മക്തൂമിൻ ഹസ്സൻ ജിഫ്രി പാപ്പ പൊന്നാനി മക്തൂമിലെ കുടുംബത്തിൽ വന്നപ്പോൾ അവിടുന്ന് തിരൂരങ്ങാടിയിലേക്ക് ക്ഷണിക്കുകയും തിരൂരങ്ങാടി വലിയ പള്ളിയിൽ വരികയും അവിടുന്ന് പാപ്പ മമ്പറത്തിൽ വന്നു. ആ തിരൂരങ്ങാടിയിൽ താമസിക്കുന്ന കാലത്ത് ഞങ്ങൾ ഇബ്രാഹിം പാപ്പയും വലിയ ബന്ധമായിരുന്നു. ആ ഇബ്രാഹിം പാപ്പാന മമ്പറത്തേക്ക് മക്തൂം കുടുംബത്തിൽ വന്ന മൂപ്പരും അവരെ കൂടി കൂട്ടിക്കൊടുന്ന് ഇവിടെ തറക്കല്ലിട്ട് പെരണ്ടാക്കിയത് വലിയൊരു പെരായിരുന്നു. അതിന് വലിയ മാളിയും തട്ടും ഒക്കെയുള്ള വലിയ ഒരു പൂർവികന്മാരുണ്ടാക്കിയ വലിയ പെര. ആ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ 6 കുടുംബങ്ങളായിപ്പോൾ പിരിഞ്ഞു, ഒരുപാട് അംഗങ്ങളായി. ഇവിടുന്ന് ഞങ്ങളെല്ലാവരും പല രീതിയിലുള്ള ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളും ഞങ്ങളിലുണ്ട്. വിദ്യാഭ്യാസപരമായി ഉയർന്നവരും പല രീതിയിലുള്ള കുടുംബങ്ങളായി ഞങ്ങൾ ജീവിച്ചിരുന്നു. ദീനീ പ്രവർത്തനത്തിന് മുൻകൈയെടുത്തു. ഇവിടുന്ന് 46-ൽ മദ്രസ സ്ഥാപിക്കുന്നതിന് മുന്നേ എൻ്റെ ഉപ്പ ഒരു ഷെഡ് കെട്ടി മദ്രസ സ്ഥാപിക്കാനുള്ള സ്ഥലം കൊടുത്തു. ആ സ്ഥലം അതിൻ്റെ പിന്നിൽ സ്ഥലം കിട്ടിയപ്പോൾ അങ്ങോട്ട് പിന്നെ ജിഫ്രി തങ്ങൾ മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം കൊടുത്തപ്പോൾ അങ്ങോട്ട് മാറ്റി. പിന്നീട് അതിന് ശേഷമുള്ള കാലങ്ങളിലെല്ലാം ഞങ്ങൾ ദീനീ പ്രവർത്തനവും ഞങ്ങളുടെ പാപ്പ 2-3 പള്ളി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കാമ്പറങ്ങ്, യാർത്തപ്പള്ളി, വലിയ തൊടുവിലും അങ്ങനെ 3 പള്ളികളും ചന്ദനംകുന്ന മദ്രസക്കും എല്ലാം സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങളെ വലിയൊരു കുഞ്ഞമാജി എന്ന ആൾ ഞങ്ങളുടെ കുടുംബത്തിലെ സാമ്പത്തികമായി വലിയ ഉയർന്നായിരുന്നു കുറേ കാലങ്ങൾക്ക് മുമ്പ്. അദ്ദേഹമാണ് മദ്രസയിൽ ശമ്പളങ്ങൾ കൊടുക്കാനും മദ്രസയിലെ അദ്ദേഹം കുറേ സ്ഥലങ്ങൾ മദ്രസത്തിന് വേണ്ടി ശമ്പളം കൊടുക്കുവാനും വേണ്ടി വഖഫ് ചെയ്ത സ്ഥലങ്ങളുണ്ട്. കോലമ്പീട് പറമ്പ്. അതുപോലെ നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. ഈ പഞ്ചായത്തിലുള്ള ഒരുപാട് ഈ 2 വാർഡുകളിലുമുള്ള എല്ലാ പഞ്ചായത്ത് റോഡുകൾക്കും ഞങ്ങളുടെ കുടുംബത്തിന് ധാരാളം സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. ഏക്കറക്കണക്കിന് സ്ഥലം പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ മമ്പറം ലിങ്ക് റോഡിന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ധാരാളം സ്ഥലങ്ങൾ അതിനു വേണ്ടി ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. അത് കുറഞ്ഞ വിലക്കാണെങ്കിലും നാട്ടിന് നന്മയ്ക്ക് വേണ്ടി ഒരുപാട് വീടുകൾക്കും ഞങ്ങൾ സഹായം ചെയ്തിട്ടുണ്ട്. ഒരുപാട് വീടുകൾ ഉണ്ടാക്കാനും
അതുകൊണ്ട് എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിങ്ങനെ ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്ത സ്ഥലങ്ങളുമുണ്ട്. എൻ്റെ ഉപ്പ മുഹമ്മദ് PT മുഹമ്മദ് തായത്തിൽ ആയിരുന്നു. ഉപ്പാൻ്റെ വലിയപ്പ കുഞ്ഞിപ്പോക്കരപ്പ കമ്മു ഇങ്ങനെയാണ് ഉണ്ടായി. അപ്പോൾ എൻ്റെ ഉപ്പ ചെറുപ്പത്തിൽ തന്നെ 35 വയസ്സായപ്പോൾ എൻ്റെ വല്യമ്മയും അവർ പിന്നെ 2 പെങ്ങന്മാരുണ്ടെങ്കിൽ അവരൊക്കെ മരിച്ചു. അങ്ങനെ യത്തീമായിട്ട് ഒറ്റക്കാണ് വളർന്നത്. എൻ്റെ അവസാനം എൻ്റെ ബഗിയിലുള്ള ഒരു മൂത്താപ്പ മൊയ്തീൻകുട്ടി എന്ന ആളെ രക്ഷിതാവായിട്ടാണ് എൻ്റെ അപ്പ വളർന്നു വന്നു കഴിഞ്ഞ്. 10 കൊല്ലം പഞ്ചായത്തിലും 13 കൊല്ലം സഹകരണ ബാങ്കിൻ്റെയും പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ നന്മയ്ക്ക് വേണ്ടി എന്നെക്കൊണ്ടും എൻ്റെ അപ്പ ചെയ്യുവാൻ വേണ്ടിയുള്ള എല്ലാ സഹകരണ സംഘടനയും എൻ്റെ ഇപ്പാൻ്റെ സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾ ധാരാളം മരണം വരെ ഞങ്ങളുടെ കുടുംബം ഇന്നുമല്ല കഴിഞ്ഞ കാലങ്ങളിലുള്ള കുടുംബങ്ങളും ഞങ്ങളും ഇന്നും സഹതാപത്തോടു കൂടിയും ഞങ്ങൾ സങ്കല്പിച്ചിട്ടാണ് പോകുന്നത്. ജനങ്ങളും ഞങ്ങളും ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞങ്ങൾ വളരെ സഹതാപത്തോടും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടം. ഇതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കുടുംബത്തിന് നല്ല ഇനിയും ഉള്ള കാലങ്ങളിൽ ദീനീ പ്രവർത്തനം നടത്താനും നല്ല നന്മ ചെയ്യുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന വാക്കത്തോട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ തറവാട് എങ്ങനെയായിരുന്നാൽ ഇവിടെ ചുറ്റുഭാഗവും മതിലും വലിയൊരു പടുപ്പറുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് വലിയൊരു തൊഴുത്തുണ്ടായിരുന്നു. അങ്ങനെ എല്ലമ്പാടെ ഒരു 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 10-30 സെൻറ്റിൽ തന്നെ ആ തറവാടുകൾ പരന്നു കിടക്കുകയായിരുന്നു. അതിൽ ഇന്നത്തെ വഴിയല്ല അന്ന് പടുപ്പര കടന്നിട്ടാണ് വീട്ടിൽ പ്രവേശിക്കുക. അത് ഈ കിഴക്ക് ഭാഗത്തായിരുന്നു പടുപ്പര.
പടിഞ്ഞാറ് ഭാഗത്ത് വലിയ തൊഴുത്തും ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ പടപ്പുരകൾ അപ്പുറവും തെക്ക് വടക്ക് ഭാഗത്തുണ്ടായിരുന്നു. അന്ന് കിഴക്കോട്ടായിരുന്നു ഇതിൻ്റെ മുഖം. ഈ കിഴക്ക് ഭാഗത്ത് ഞങ്ങളെ ഈ പറമ്പിൻ്റെ അതിര് പുഴയാണ്, കടലുണ്ടി പുഴ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഈ പുഴയിൽ നല്ല വെള്ളം പൊന്തി വരുന്ന സമയത്ത് ഞങ്ങളെ ഈ പറമ്പുകൾക്ക് ഈ ഉയർന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ ഈ മറ്റു ഭാഗങ്ങളിൽ മുഴുവൻ വെള്ളം കയറിയാലും നമ്മളെ ഈ പറമ്പിലേക്ക് വെള്ളം കയറാറില്ല. കാരണം മമ്പുറം ജാറം വരെ മുറ്റത്ത് വരെ ഒന്നരാളെ വെള്ളം ഉണ്ടായിരിക്കും. ആ സമയത്ത് നമ്മളെ വീട്ടിലേക്ക് ഈ പറമ്പിലേക്ക് അന്ന് വെള്ളം കയറാറില്ല. ഞാൻ എൻ്റെ വാപ്പ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മാരെയും അമ്മാവന്മാരെയും സംരക്ഷണത്തിലാണ് ഞാനിവിടെ വളർന്നത്. വീട്ടിൽ നമ്മളെ ഉമ്മ ഉണ്ടായിരുന്നു, പിന്നെ ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു. ജ്യേഷ്ഠന്മാർ 2 ആളുകളുണ്ട്. പിന്നെ ഒരു പെങ്ങളുണ്ടായിരുന്നു. പെങ്ങളെ പരപ്പനങ്ങാടിയിലേക്കാണ് കല്യാണം കഴിച്ച് പോയത്. പിന്നെ ജ്യേഷ്ഠന്മാരൊക്കെ വീടെടുത്ത് ഇവിടെ നിന്നാണ് പോയത്. അസ്സലാമു അലൈക്കും. പട്ടറവിടൻ കുളങ്ങരകത്ത് കുഞ്ഞലി മകൻ ഇബ്രാഹിം നാജി ആണ് നിൽക്കുന്നത്. പട്ടറവിടൻ കുളങ്ങരകത്താണ് ഞങ്ങളുടെ താമസം. പിന്നെ ഇവിടെ നിന്ന് പോയതാണ്. പിന്നെ അതിൽ മൂത്ത ആൾ ഞാൻ തന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പള്ളിയിൽ കാരണവർ ഞാനാണ്. ആണുങ്ങളിൽ പെണ്ണുങ്ങളിൽ വേറെ ഉണ്ട്. പിന്നെ എനിക്കറിയാവുന്ന അത്യാവശ്യം പറയാം. എനിക്ക് 5 മക്കളുള്ളത്, 3 ആണും 2 പെണ്ണും. എല്ലാം കല്യാണം കഴിച്ച് അടുത്തായി സന്തോഷമായിട്ട് ജീവിക്കണം. പിന്നെ ഞാൻ മദ്രസയിൽ പഠിച്ചത് ഇവിടെ തന്നെയാണ്. ഇവിടെ സ്കൂളിലും ഇവിടെ തന്നെ പഠിച്ചത്. അന്ന് ചെറിയ മാസ്റ്റർ, തങ്ങൾ മാസ്റ്റർ, ഇവരൊക്കെ ഇനി അധ്യാപകർ. അന്ന് പിന്നെ വയസ്സും കാര്യമൊക്കെ വലിയ പറയണമായിരിക്കാണ്ട് എഴുതലാണ്. അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. മദ്രസയിലാണെങ്കിലും ഇവിടെ തന്നെ പഠിച്ചത്. പിന്നെ വാപ്പ കൊണ്ടാക്കി തരും. സ്കൂളിലൊക്കെ വാപ്പ തന്നെ ചേർത്തിയത്, സ്കൂളിലും മദ്രസയിലൊക്കെ. അങ്ങനെ തന്നെയാണ്. വേറെ കാര്യമായിട്ടൊന്നും എനിക്കില്ല. പിന്നെ മിസ്ബാഹുലും ബ്രാഞ്ച് മിസ്ബാഹുലും കേന്ദ്ര മദ്രസ അന്ന് അധ്യാപകർ. പിന്നെ ഇവിടെ കത്തീബായിരുന്നു. കത്തീബ് പറഞ്ഞാൽ VP ബിച്ച് കോയത്തങ്ങളായിരുന്നു ഉസ്താദ്. പിന്നെ മാപ്പിളക്കാടം മുഹമ്മദ് മുസ്ലിയാർ, പിന്നെ ആനസൻ മുസ്ലിയാർ, VK പടിയുള്ള ഇവരൊക്കെ എൻ്റെ അധ്യാപകരായിരുന്നു. 3-4 ഉസ്താദന്മാരന്ന് അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ എന്നെ പഠിപ്പിച്ചതാണ്. ഞാൻ പട്ടറക്കടവൻ ചെനയിൽ കുഞ്ഞിപ്പോക്കറാണ്. എൻ്റെ വാപ്പാൻ്റെ മൊയ്തീൻകുട്ടിയാണ്. എൻ്റെ വാപ്പാൻ്റെ പട്ടറക്കടവൻ ചെനയിൽ കുഞ്ഞിപ്പോക്കറാണ്. ഞങ്ങളാണ് ഇപ്പോൾ ഇതിൽ ലാസ്റ്റിൻ്റെ ചെനയിലുള്ള കുടുംബത്തിലെ ഒരു കാരണവരിൽ ഞാനാണ്. ഇപ്പോൾ ചെറിയൊരു കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, അത്ര തന്നെ ഉള്ളൂ. ഒരു 200-210 വർഷം മുന്നേ ഞങ്ങൾ വന്നതാണ്. മമ്പറം തങ്ങളുടെ അമ്മാവനായ സയ്യിദ് അസഞ്ചിഫിരിൻ്റെ കൂടെ ഞങ്ങൾ വന്നതാണ്. ഞങ്ങൾ തിരങ്ങാടിയിൽ നിന്ന് വന്നതാണ്. ഒരു 210 കൊല്ലം മുമ്പായിരിക്കും എന്ന് കരുതുന്നു. അക്കാലത്ത് ഞങ്ങൾ വന്നതാണ്. ഞങ്ങൾ വന്നത് നേരെ വന്ന് ഞങ്ങൾ പോയമൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ വന്നത്. പിന്നെ അവിടെ വീടെടുത്ത് ഞങ്ങൾ പല ഭാഗത്തേക്കായി പോയി. ഞങ്ങൾ ഓരോ കുടുംബങ്ങളായി മാറിയിട്ട് ഒരു കൂട്ടർ താഴത്തിയിൽ വെല്ലിയോടൂർ അങ്ങനെ ആലങ്ങളായിട്ട് പോയി. ഞങ്ങൾ ചെനയിലാണ്, ഒരു കൂട്ടർ കൊങ്ങരകത്താണ്. അങ്ങനെ ഞങ്ങൾ കുടുംബം പരന്ന് പോയപ്പോൾ ആ ചെനയുള്ള കുടുംബത്തിൻ്റെ ഏറ്റവും ചെറിയ കണ്ണി ഞാനാണ്. പട്ടറക്കടവൻ കുഞ്ഞിപ്പോക്കറാണ് ഞാൻ. പട്ടറക്കടവൻ ചെനയിൽ കുഞ്ഞിപ്പോക്കറാണ് ഞാൻ. ഇപ്പം ഞങ്ങളാണ് ഓരോ ഭാഗമായിട്ട് തിരിഞ്ഞതിൽ ഞാനാണ് കുടുംബത്തിൻ്റെ ചെറിയൊരു കച്ചവടമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. പട്ടറക്കടവൻ കുടുംബത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, പട്ടറക്കടവൻ കുടുംബത്തിൽ നിന്ന് മമ്പുറത്ത് തങ്ങൾ കൊടുന്നത് മുതൽ ഇന്നേ വരെയുള്ള വിഷയങ്ങളിൽ മമ്പുറത്തുള്ള റോഡുകൾ, ഒരു റോഡും പട്ടറക്കടവന്മാരെ തറവാട് വക അല്ലാത്ത റോഡുകളിൽ 90% റോഡും പട്ടറക്കടവന്മാരെ ഭൂമി തുടർന്നുകൊണ്ട് വന്നിട്ടുള്ളതാണ്. മമ്പുറത്തേക്ക് വേറെ റോഡില്ല. പിന്നെ പള്ളികൾ, ശാരദപ്പടി പള്ളി, കാവുങ്ങൽപ്പാറ പള്ളി, പതിനാറങ്ങൽ പള്ളി, പിന്നെ ഫضലുപൂക്കോയത്തങ്ങൾ മദ്രസ്, അങ്ങനെ തുടങ്ങി ഒരുപാട് സംരംഭങ്ങൾ ഈ മമ്പുറത്തെ തങ്ങൾ കൊടുന്ന ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരാളാണ് വന്നിട്ടുള്ളത്. കുഞ്ഞിപ്പോക്കർ എന്ന് പറഞ്ഞ ഒരാളെ മകൻ ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരാളാണ് മമ്പുറത്തേക്ക് കൊടുന്നിട്ടുള്ളത്. അന്ന് അവർ തിരുരങ്ങാടിയിൽ അരിക്കച്ചവടോ എന്തോ കച്ചവടം ചെയ്യുന്നിടത്തുനിന്നാണ് അവരെ തങ്ങൾ വിളിച്ചു കൊടുക്കുന്നത്. മമ്പുറത്തൊക്കെ മിസ്കിമാരാണ്. ഒരു കുടുംബം ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് മമ്പുറത്തെ പാപ്പ ഒരൊറ്റ വീട്ടിന് മാത്രമേ തറക്കല്ല് ഇട്ടിട്ടുള്ളൂ. ഒരു വീടിനെ കിണറിന് സ്ഥാനം നോക്കിയിട്ടുള്ളൂ.
അത് പട്ടറക്കടവൻ പോയമ്മൽ തറവാട്ട് വീടിന് മാത്രമാണ്. അന്നത്തെ പഴയ തറവാട് വീട്, ആനി അമ്പാരിയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭയങ്കര പത്രാസുള്ള നല്ല കുടുംബം തന്നെയായിരുന്നു. അവസാന കാലത്ത് ഇപ്പോൾ യാക്കൂബാജി എന്ന് പറഞ്ഞ അവളൊരു അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ കാരണവർ, ഈ നാട്ടിൽ എന്തൊരു വിഷയം ഉണ്ടെങ്കിലും മൂപ്പരറിയാതെ ഒരു വിഷയങ്ങൾ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. എന്ത് വിഷയങ്ങളും കൈകാര്യം ചെയ്യാനും അതിൻ്റെ മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്ത് ഇന്ന് പാണക്കാട്ടെ കുടുംബം എന്തൊക്കെ ചെയ്യുന്ന അതേ കോലത്തിലുള്ള ഒരു കുടുംബമായിരുന്നു മമ്പുറത്ത് ഇവർ ചെയ്തിരുന്നത്. യാക്കൂബാജി എന്ന് പറഞ്ഞ ആൾ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട്, ചെറുതും വലുതും എല്ലാ വിഷയങ്ങളും ഇടപെട്ടതും അവരാണ്. 90% വിഷയങ്ങളിലും, അതായത് തിരുരങ്ങാടി സ്റ്റേഷനിക്കോ കോടതിക്കോ പോകുന്ന വിഷയങ്ങൾ പോലും കൈകാര്യം ചെയ്തിരുന്ന ആളായിരുന്നു യാക്കൂബാജി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയ തലമുറയിൽ അതിന് ആ അവസ്ഥയ്ക്ക് എത്തിയത് ആരുമില്ല. അതുവരെയുള്ളതാണ് ആ പ്രൗഢിയിൽ നിലനിന്നിരുന്നത്. ഇപ്പോൾ ചെറിയ യുവതലമുറയാണുള്ളത്. പിന്നെ ഇത്രയൊക്കെ തന്നെ. ഈ കാണുന്ന പാടങ്ങൾ മുഴുവൻ പട്ടറക്കടവന്മാർ തരുന്നു. ഞാൻ എപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്. അവർ 10 ഏക്കർ കൃഷി സ്ഥലം പട്ടറക്കടവന്മാർ തന്നെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. എൻ്റെ കൃഷിൻ്റെ കൂട്ടത്തിൽ നെൽകൃഷി ചെയ്യുന്നത്. ഈ പാടങ്ങളും പറമ്പും 90% അവർ കൊടുത്തതും അവരെ വഴിയായിട്ട് വന്ന കുറേ ആൾക്കാരുമാണ് മമ്പുറത്ത്. ഒരു 60% വീടുകൾ പട്ടറക്കടവന്മാരുടെ ഭൂമിയിലാണ് ഇന്ന് താമസിക്കുന്നത്. ഇത്ര തന്നെ. പിന്നെ പുതിയ തലമുറയിൽ ഇപ്പോൾ ഇന്ന് യാക്കൂബാജി പോയോടത്തേക്ക് നികത്താൻ പറ്റിയത് കുറേയൊക്കെ ഒരു പരിധി വരെ അഡ്വക്കേറ്റ് ബഷീറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അതേപോലത്തെ ഒരാൾ ഇന്ന് വേറെ ഇല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഹോദരന്മാരെ, മമ്പുറം പ്രദേശത്ത് പട്ടുകടവൻ കുടുംബം വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ മമ്പുറത്തിൻ്റെ പ്രദേശത്ത് ഇവിടുത്തെ സാമ്പത്തികമായിട്ടും പൊതുരംഗത്തും എല്ലാ രംഗത്തും ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു. അക്കാലത്ത് അവരിൽ നിന്നുള്ള ഈ അടുത്ത കാലത്ത് കഴിഞ്ഞുപോയ 50 വർഷങ്ങൾക്ക് കാലങ്ങളിൽ കഴിഞ്ഞുപോയവർ മാത്രമേ എനിക്കറിയാം. അതിൻ്റെ മുമ്പേ അവർ പ്രശസ്തരും ഇവിടുത്തെ ഭൂസ്വത്തുക്കളെ മുഴുവത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം സ്വത്തുക്കളും ആ കുടുംബത്തിൻ്റെ ഇന്നും അതിൻ്റെ ഒരു ഭാഗങ്ങളല്ല 90% അവരുടെ കയ്യിൽ തന്നെ, എൻ്റെ കുടുംബത്തിൻ്റെ കയ്യിലാണ്. അവരെ സംബന്ധിച്ച് ഞാൻ കേട്ടുകേൾവി പ്രകാരം പറഞ്ഞു കേൾക്കുന്നത്, മമ്പുറം തങ്ങളുടെ കാലത്ത് ഇവിടെ നാട്ടിൽ പൊതുവിൽ കഷ്ടപ്പാടും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയുള്ള കാലത്ത് മമ്പുറം തങ്ങൾ ഈ പട്ടുകടവൻ കുടുംബത്തിൽപ്പെട്ട ഒരാളോടുമായി കാണുകയും ഒരു സാമ്പത്തിക ശേഷിയുള്ള മലപ്പുറം ഭാഗത്ത് താമസിക്കുന്നവരാണ് അവരിൽ നിന്ന് ഒരു കഴിവുള്ള ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് മമ്പുറത്തേക്ക് വരുത്തുകയും ഈ പ്രദേശത്ത് കൃഷി ഇറക്കി തൊഴിൽ കൊടുത്ത് അങ്ങനെ ഈ നാട്ടിനെ സംരക്ഷിക്കാൻ വരെ ഇവിടെ വരുത്തുകയും അതപ്രകാരം അവരിവിടെ ഭൂസ്വത്തുക്കൾ വാങ്ങി അതിൽ കൃഷി ചെയ്ത് നാട്ടുകാർക്ക് കൃഷി സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അങ്ങനെ ഈ നാട്ടിനെ രക്ഷിച്ച് പോകുന്ന പഴയ തറവാട്ട് കുടുംബമാണ്. അപ്പോൾ തങ്ങപ്പാപ്പാൻ്റെ കാലത്ത് തന്നെ അവർ സാമ്പത്തിക ശേഷിയുള്ളവരാണെന്ന് അതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഏതാണ്ട് അതിപ്പോൾ 250ഓളം വർഷമായിട്ടുണ്ടാവും ആ പറഞ്ഞ കാലഘട്ടത്തിന്. അതിനുശേഷം ആ കുടുംബം ഇവിടെ കുറേ വീടുകളും കുറേ കുടുംബങ്ങളുമായി താമസിച്ച് ഇപ്പോൾ പരന്ന് നിൽക്കുകയാണ്. അവരിന്ന് വലിയൊടൂർ കുഞ്ഞഹമ്മദാജി, OMLA അബ്ദുറഹ്മാക്ക, യാക്കൂബാജി, പിന്നെ തായത്തിയിലെ മുഹമ്മദ് കാക്ക, ഇവരൊക്കെ ഞാൻ അറിയുന്ന ആൾക്കാരാണ്. അവരക്കാലത്ത് തന്നെ ഇവിടുത്തെ നാട്ടിലെ ഈ മമ്പുറം എസാസുൽ സംഘത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട വലിയതൊടൂർ കുഞ്ഞഹമ്മദാജി. അവരുടെ മക്കൾ പരമ്പര ഇന്നും അതിൽ സജീവരാണ്. അവരെ സംബന്ധിച്ച് എനിക്ക് അറിയുള്ളൂ. കുഞ്ഞഹമ്മദാജി മുതലുള്ള ആളുകളെ കുഞ്ഞഹമ്മദാജി, മുഹമ്മദ് തായത്തിലെ മുഹമ്മദ് കാക്ക, പിന്നെ OMLA അബ്ദുറഹ്മാൻ കാക്ക, OMLA യാക്കൂബാജി, OMLA അതിന് ശേഷമുള്ളവരെല്ലാം എൻ്റെ കൂടെ ഉള്ളവരാണ്. അങ്ങനെ OMLA വലിയൊടൂലെ ഇബ്രാഹിം എന്ന കുഞ്ഞുട്ടി ഞങ്ങൾ ഒന്നിച്ച് 97 മുതൽ വളരെ അടുത്ത ബന്ധവും 98 മുതൽ ഇവിടുത്തെ മദ്രസ കമ്മിറ്റിയുടെ സെക്രട്ടറി ഞാനായപ്പോൾ എൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ബഹുമാനപ്പെട്ട കുഞ്ഞുട്ടിയായിരുന്നത്. അത് മരിക്കുന്നവരെ കമ്മിറ്റി അംഗവും സജീവമായിട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളാണ് ആ രംഗത്തെല്ലാം ഉള്ളത്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഞാൻ മമ്പുറം മഹല്ല് ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഞാൻ പിന്നെ പട്ടർക്കടവം കുടുംബത്തിനെ പറ്റി എനിക്കറിയുന്നത് ഞാൻ എൻ്റെ കേട്ടറിയാം. നമ്മളെ കുടുംബമായിട്ടും നമ്മളെ അപ്പേറ്റൊക്കെ നല്ല ബന്ധമുള്ളതാണ്. ഇവിടുത്തെ മതസ്ഥാപനം, അതായത് പള്ളി, മദ്രസ, ഇതൊക്കെ 90% അവരെ കുടുംബത്തിൽ നിന്ന് വഖഫ് ചെയ്ത് കൊടുത്തതാണ്. പ്രത്യേകിച്ച് ഈ മഹലിൻ്റെ ഒരു പ്രഥമ പ്രസിഡൻറ്റ് എന്നുള്ള ആദ്യത്തെ പ്രസിഡൻറ്റ് വരെ ഇവരെ ഒരു വല്യപ്പ പി വി കുഞ്ഞ് അഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ ഒരാളാണ്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും പഴയ ഒരു പള്ളിയുണ്ട്, കാങ്ങപ്പാറ ജുമാ മസ്ജിദാണ്. അതിൻ്റെയും ആദ്യത്തെ പ്രസിഡൻറ്റ് ഇവരാണ്. പിന്നെ അവർ തന്നെയാണ് ഈ പിന്നെ വഖഫ് കൊടുത്തത്. ആ പള്ളി, ഈ പള്ളി ഒക്കെ വഖഫ് കൊടുത്തതാണ്. പിന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ, പിന്നെ നാട്ടിലെ ഇവിടുത്തെ ഏറ്റവും ഉന്നത കുടുംബമാണ്. അതിലും വലിയൊരു ഉന്നത കുടുംബം ഇവിടെ ഇല്ല. അതിൻ്റെ താഴെ ഉള്ളും നമ്മളറിവ് വെച്ചിട്ടുള്ളത്. പിന്നെ എല്ലാ കാര്യങ്ങളിലും പല രാഷ്ട്രീയ മതസംഘടനയിലൊക്കെ പലവരും കുടുംബങ്ങൾ അങ്ങനെയുള്ള സ്വാഭാവികമായിട്ടും അതിങ്ങനെ പലയിട്ടിനും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ പൊതുവിൽ ഒരു ജനങ്ങൾക്ക് നല്ല ഒരു പിന്നെ ബന്ധങ്ങളും നല്ല ഒരു ജീവിത രീതിയൊക്കെ ഉള്ള ഒരു കുടുംബമാണ് അവർ. ഇപ്പോഴും കമ്മിറ്റിയിലൊക്കെ ഇപ്പോൾ ഇതിൽ ബന്ധപ്പെട്ടവരൊക്കെ നമ്മളെ ഈ കമ്മിറ്റി, മഹല്ല് കമ്മിറ്റിയിൽ പിന്നെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ പൊതുജനങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഈ മമ്പുറം മഹലിലുള്ള, അതായത് മക്കാമിലൊക്കെ എയർ നഗറിൽ തന്നെ ഏറ്റവും പ്രധാന ഒരു റോഡാണ് മമ്പുറം റോഡ്. അതിൻ്റെ പിന്നെ തുടക്കക്കാർ അത് പിന്നെ PP യാക്കൂബാജി മൂപ്പരൊക്കെയാണ് ഇവിടേക്ക് ഫസ്റ്റിൽ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് എനിക്ക് കിട്ടിയ വിവരം മമ്പുറത്തേക്ക് ഒരു വണ്ടി കൊടുത്തിട്ടുള്ളത് PP യാക്കൂബാജി എന്ന ഒരാളാണ്. അന്നിപ്പോൾ നമ്മളെ മൂപ്പരും നമ്മളെ വാപ്പയൊക്കെ കൂടിയിട്ട് അതിന് ഇവിടെ കൊണ്ടിട്ടും വർക്കും കാര്യങ്ങളൊക്കെ. അതിൽ പ്രഥമമായിട്ട് യാക്കൂബാജിനെ പറ്റി പ്രത്യേകം അന്നത്തെ കാലഘട്ടത്തിൽ ഒരു വാസിമായിരുന്നു. അതായത് റോഡ് ഇല്ലാത്ത സമയത്ത് ഇടവഴി റോഡാക്കിയിട്ട് 1-2 തോടിൻ്റെ മേലെ മരങ്ങൾ, അതായത് തെങ്ങ് മുറിച്ചുകാണ്ട് വണ്ടി വരാനുള്ളൊരു സൗകര്യം വരെ ഉണ്ടാക്കിയിട്ട് നമ്മളെ ഈ മമ്പുറം വെട്ടത്ത് പീടിക എന്ന് പറഞ്ഞ അങ്ങാടിയിൽ ഈ അമ്പലത്തിൻ്റെ അടുത്ത് വരെ വണ്ടി കൊടുത്തു. അന്ന് റോഡില്ല, അന്ന് ഇടവഴിയാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ യാക്കൂബാജിനെ പറ്റി പറയാമെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ ജാതി മത ആളുകളും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അദ്ദേഹത്തെ അതിന് ബന്ധപ്പെട്ടിരുന്ന അദ്ദേഹം അതിന് പിന്നെ നല്ലൊരു പരിഹാരം ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരാളാണ്. പിന്നെ പൊതുവിൽ എല്ലാ ആളുകളായിട്ടും വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു. ഇവിടുത്തൊക്കെ പണ്ഡിതന്മാർ, വലിയ നേതാക്കന്മാരും ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിട്ട് അന്നത്തെ കാലത്ത് തന്നെ വലിയ ബന്ധങ്ങളുണ്ടായിരുന്ന ആളാണ്. അവരുടെ തറവാട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടായിരുന്നു നടന്നിരുന്നത്. അവരെ പാപ്പ മുതൽ അങ്ങനെ കാര്യങ്ങളുണ്ട്. അതായത് പറഞ്ഞേക്കാം, അതായത് കോയമ്മൽ കോയക്കുട്ടിക്കാന്ന് പറഞ്ഞ ഒരാൾ, നമ്മളവർ 2-3 തലമുറ അപ്പുറത്താണെന്നാണ് തോന്നുന്നുണ്ട്. അദ്ദേഹം ഇവിടുത്തെ ഒരു വലിയൊരു പൗരപ്രമുഖനും ഇവിടുത്തെ ഏകദേശം ഭൂസ്വത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഇതിലായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെയാണ് തങ്ങന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ പഴയമാതിരിയല്ല, ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് പലവരും ഭൂമിയാണ്ട് ഇങ്ങോട്ടൊക്കെ ചെയ്ത് പോയില്ല. അങ്ങനെയൊക്കെയുള്ള അറിവുകളും അവരെ തറവാട്ടിൽ ആന ഒക്കെ ഉണ്ടായി. പിന്നെ നാട്ടുകാരൊക്കെ ആയിട്ട് വലിയ എല്ലാവരും ഒരു ബന്ധപ്പെട്ടിരുന്ന ഒരു കുടുംബ വീടായിരുന്നു അത്. പിന്നെ വില ഇത് പറഞ്ഞത് 1-2 കുടുംബ വീട് പറഞ്ഞത്, അതായത് പൊയമ്മൽ എന്ന് പറഞ്ഞാൽ നേരിട്ട് അവർ അവിടെ വലിയ തറവാടും കാര്യങ്ങളൊക്കെയാണ്. വലിയൊടുവിൽ പിന്നെ കൊങ്ങരകത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അങ്ങോട്ട് വന്ന ആലുങ്ങൾക്കൊക്കെ എന്ന് പറയുന്നുണ്ട്. അത് മൊത്തത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും മുഖ്യമായ വലിയ ഒരു ഫാമിലിയാണ് ഇവർ. അതിൻ്റെ മേലെ ഒന്നുമില്ല, അതിൻ്റെ താഴെയുള്ള എല്ലാ കാര്യങ്ങളും. ഞങ്ങൾ ഈ ചെറിയപ്പൂ എന്ന് പറഞ്ഞാൽ ഇവലപ്പ ഞങ്ങളിവിടെ കൃഷി ചെയ്തിരുന്നു മുമ്പൊക്കെ. ഞാൻ നെച്ചിക്കാട്ട് പോരും. ഞങ്ങൾ കൃഷി നടത്തിയിരുന്നു. വലപ്പാനായിട്ട് ഞങ്ങൾ കൂടുതൽ കൃഷിയൊക്കെ നടത്തിയിരുന്നു പഴയ കാലത്ത്. അപ്പോൾ അത് അന്നത്തെ കാലത്തൊക്കെ കൃഷി ചെയ്യുക പറഞ്ഞാൽ നെല്ല് ആൾക്കാരെ കൊണ്ടൊക്കെ കൊയ്തെടുപ്പിച്ച് കഷ്ടപ്പെട്ട് എത്രയോ ദൂരത്തുനിന്ന് നെല്ല് തലയിലെടുത്തിട്ടാണ് വരുന്നത്, പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ. അത് ഇവിടെ പെരയിലേക്ക് എത്തണം, അവിടുന്ന് അത്രയും ദൂരത്തു നിന്നാണ് വരുന്നത്. ഉള്ളതാണ് ആയിട്ടുള്ള ഓർമ്മയുള്ളത് പഴയ കാലത്ത്. പിന്നെ ഇപ്പം ഞങ്ങളും കൂടി ഞങ്ങൾ പല ഇതിലും ഒക്കെ പോയിരുന്നാണ്, കൃഷിയിലും കാളകൂട്ടിലും ഇതിലൊക്കെ പോയിരുന്ന ആൾക്കാരാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ
ഇതിന് വോട്ട് ചെയ്യാനും വേറെല്ലേനും അന്നൊക്കെ പോണ കാലം പഴയ കാലത്ത് രാത്രിയും പകലും ഇല്ലാതെ പോയിരുന്ന ആൾക്കാരായിരുന്നു. സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പാട്ടത്തിന് എടുക്കുന്നതും പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നതും ഉണ്ട്. സ്വന്തം കുറച്ചൊക്കെ കൃഷി സ്വന്തം ചെയ്യാനുള്ളതുണ്ട്. ഇവർക്കൊക്കെ പഴമക്കാർക്കൊക്കെ കൃഷി പാടങ്ങളുണ്ടായിരുന്നു പഴയ കാലത്ത്. പാടങ്ങൾ ഓരോ പ്രായത്തിലുള്ള പാടങ്ങളൊക്കെ വല്ലായിരുന്നു. പിന്നെ അതൊക്കെ അങ്ങനെ ഇങ്ങനെയായി പോയി. അങ്ങനെയൊക്കെയുള്ള ഇതാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മയിലുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മൊയ്തീൻ ഹാജിയാണ്. വല്യപ്പാൻ്റെ ചരിത്രമാണ് ഇപ്പോൾ പറയണ്ടേ. വല്യപ്പ ഒരു കാലത്ത് ഇവിടെ എല്ലാവർക്കും തിന്നാൻ കൊടുത്ത ആളാണ്. വല്യപ്പയും വല്യമ്മയാണ് ഇവിടെ വല്യപ്പയും വല്യമ്മയാണ്. പഴയ കാലത്ത് ഇന്നത്തെ മാതിരിയല്ല. അന്നത്തെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എല്ലാം നല്ലോണം ധർമ്മം ചെയ്ത ആൾക്കാരെ പോലെ ശരിക്ക് എന്ത് സംഗതി ഉണ്ടെങ്കിലും അവിടേക്കാണ് പോകാൻ. വല്യോട് പോവും, കുഞ്ഞാമ്മച്ചനെ കാണും, എല്ലാം ചെയ്യലോരാ. എല്ലാം ഗതി ഇല്ലാത്ത കാലത്തൊക്കെ കഞ്ഞിലെല്ലാം അവിടുന്ന് കഞ്ഞി എല്ലാം കൊടുക്കും. മദ്രസയിലെ മൂല്യന്മാർക്ക് ഒക്കെ ചിലവ് അവിടുന്ന് കൊടുക്കൽ. മാപ്പിളക്കാരൻ മൂല്യര് കുഴഞ്ഞ് ആലുങ്ങളെ നിതീങ്കാക്ക ഇവരൊക്കെ പഴയ ആൾക്കാരാണ്. ഒക്കെ അവിടുന്ന് കൊടുക്കൽ. എന്ത് സംഗതി ഉണ്ടെങ്കിലും അവിടെ വെച്ചാൽ തീർക്കലും. ഒരു കല്യാണ വിഷയം ഉണ്ടെങ്കിൽ ആദ്യം അവിടെ പോയിട്ട് അവിടുന്ന് തീരുമാനിക്കൽ. അവിടുത്തെ കോടതി മാതിരിയാണ് അവിടെ. എന്ത് സംഗതി ഉണ്ടെങ്കിലും ഒക്കെ പറഞ്ഞ് ഇതാക്കും. എല്ലാവർക്കും സഹായിക്കും നല്ലോണം. ഇത് പിന്നെ മക്കളൊക്കെ നല്ല ഇതിലെ ചെറിയാപ്പൂനെ ജാസ്തി സ്ഥലം കൊടുത്തീനെ വല്യമ്മ സ്വത്ത് ഒരു ഭാഗം ചെയ്തപ്പോൾ വല്യമ്മ പറഞ്ഞു ചെറിയാപ്പൂന് കുറച്ച് തോന കൊടുത്താളി എൻ്റെ. അതാ മൂയിക്കല പറമ്പൊക്കെ കൊടുത്ത്. അതാണ് നമ്മളെ ഇത് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. ഞാൻ ജുസൈറ മൻസൂർ, അബ്ദുറഹ്മാൻ ഗ്രാമപഞ്ചായത്ത് മമ്പുറം 19-ാം വാർഡ് മെമ്പർ. നമ്മളൊക്കെ പലപ്പോഴും വളരെ ലളിതമായിട്ടും മനോഹരമായിട്ടും പറയുന്ന ഒരു വാക്കാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നുള്ളത്. ഈ വാക്ക് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നമ്മുടെ മമ്പുറം പട്ടക്കടവൻ ഫാമിലിയാണ് അവരുടെ കുടുംബ സംഗമം നടത്തുന്നത്. നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. കലാ സാംസ്കാരിക സാമൂഹിക കാർഷിക മേഖലയിൽ നമ്മുടെ മമ്പുറത്തിന് വളരെ വലിയൊരു കയ്യൊപ്പാണ് ഈ കുടുംബം നമുക്ക് സമർപ്പിച്ചിട്ടുള്ളത്. അവരുടെ പൂർവികരും ഇന്നും നിലനിൽക്കുന്ന കാരണവന്മാരും ഈ ഒരു നാടിനു വേണ്ടി വളരെ വലിയ സേവനമാണ് പലപ്പോഴായിട്ട് നിർവഹിച്ചിട്ടുള്ളത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മമ്പുറം 19-20 വാർഡുകളിൽ 20ഓളം റോഡുകൾ യാഥാർത്ഥ്യമാക്കുന്നതിന് പണ്ട് കാലത്ത് തൊട്ടേ അവർ ഒരുപാട് സ്ഥലങ്ങൾ വിട്ടു നൽകി എന്ന അറിവ് എനിക്ക് വളരെ അത്ഭുതകരമായിരുന്നു. നമ്മുടെ ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. ഇവരുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ട എല്ലാവർക്കും ആയുസ് ആരോഗ്യങ്ങളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഒരു പരിപാടി ഉഷാറാക്കുന്നതിൽ നമ്മുടെ എല്ലാവരുടെയും പങ്ക് ഉണ്ടായിരിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമസ്കാരം. ഞാൻ അബ്ദുൾ റഷീദ് കൊണ്ടാണത്ത്, യാന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. നമ്മുടെ പട്ടക്കടവൻ ഫാമിലിയുടെ കുടുംബസംഗമം ഡിസംബർ 25-ാം തീയതി നമ്മുടെ മാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ മമ്പുറം പ്രദേശത്തിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ പ്രിയപ്പെട്ട കാരണന്മാരായിട്ടുള്ള നമ്മുടെ കമ്മുവാജി, അതേപോലെ തന്നെ കുഞ്ഞുട്ടിയാക്ക, യാക്കൂബാജി അടക്കമുള്ള ആളുകൾ നേതൃത്വം നൽകിയ വലിയൊരു കുടുംബ പരമ്പരയാണ് നമ്മുടെ പട്ടക്കടം കുടുംബ പരമ്പര എന്ന് പറയുന്നത്. നമ്മുടെ നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്കറിയൂ, പറഞ്ഞു കേട്ടിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്കറിയാവുന്ന 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ 16 ചങ്ങനംകുന്ന് കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി നടക്കുന്നുണ്ട്. ആ പദ്ധതിക്ക് കിണർ നൽകിയത്, അതേപോലെ തന്നെ ടാങ്ക് നൽകിയതൊക്കെ പ്രിയപ്പെട്ട കുഞ്ഞുട്ടിയാക്ക, പൂമാജി അടക്കമുള്ള ആളുകളാണ്. ഏകദേശം 400ഓളം കുടുംബങ്ങൾ എല്ലാ ദിവസവും കുടിവെള്ളം വീട്ടിൽ ടാങ്കിലേക്ക് എത്തുന്ന ഒരു വലിയ, നമ്മുടെ പഞ്ചായത്തിന് ഏറ്റവും മനോഹരമായി നടക്കുന്ന ഒരു കുടിവെള്ള പദ്ധതിയാണ് അത്, ചങ്ങനംകുന്ന് കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുട്ടിയാക്ക മെമ്പറായ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ 16 ആ ഭാഗത്തൂടെയുള്ള മെയിൻ റോഡ് ടാർ ചെയ്തത് വരെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് തന്നെ
നമ്മുടെ പ്രദേശത്തുള്ള ഒരുപാട് പൊതു കുഴൽക്കിണറുകൾ ഈ കുഞ്ഞുട്ടിയാക്ക മെമ്പറായ സമയത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ പ്രിയപ്പെട്ട യാക്കൂബാജി നമ്മുടെ മമ്പുറത്തിൻ്റെ ഒരുപാട് ചരിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് കേൾക്കാം. ഒരുപാട് വിഷയങ്ങളിൽ നമ്മുടെ മമ്പുറത്തിൻ്റെ പൊതുവിഷയങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ ഒരു പരിധിവരെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായിട്ട് നമുക്കറിയാവുന്നതാണ്. ഏതായിരുന്നാലും ആ ഒരു ഫാമിലി, പട്ടക്കടവൻ ഫാമിലി ഡിസംബർ 25 നമ്മുടെ മാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന ഈ ഒരു കുടുംബ സംഗമത്തിന് വളരെ സന്തോഷത്തോടു കൂടി എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്. ജയ് അസ്സലാമു അലൈക്കും. I got it.